ഹായ് മക്കൾസ്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ബാറ്ററീസ് എന്ന ഭാഗത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചെടുക്കുന്ന ഒരു പോയിന്റാണ് സെക്കൻഡറി സെല്ലിലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതിൽ നിന്ന് പല രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് എൻ്റെ മക്കൾക്ക് അറിയാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് മിസ്സാക്കാണ്ട് പഠിക്കണം. എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് ചോദിച്ചത് അതിലെ ആനോഡ് ആര് കാഥോഡ് ആര് എന്നാണ്. സോ ഒരു ബാറ്ററിക്ക് മൂന്നാളുകളാണ് നമ്മൾ പഠിക്കേണ്ടത്: ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും. ഇവിടെ ഇലക്ട്രോലൈറ്റ് ചോദിച്ചിട്ടില്ല, എങ്കിലും നമ്മൾ പഠിക്കുന്നു. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ആനോഡ് ആരാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ കാഥോഡ് ആരാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇത് മൂന്നും നമ്മൾ പഠിച്ചെടുത്ത് സെറ്റാക്കുന്നു. വെരി സിമ്പിൾ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നതാണ് ചോദ്യം തന്നെ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി, പിന്നെ അത് പഠിക്കാൻ വേറെ എവിടെയും പോവണ്ട, ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പൊ ആനോഡ് ആരാ? ലെഡ്. ലെഡ് ആരാ? PB. കാഥോഡ് ആരാ? PBയുടെ ഓക്സൈഡ് അഥവാ PbO2. അപ്പൊ ആനോഡ് PB, കാഥോഡ് PbO2. ഇലക്ട്രോലൈറ്റ് ആരാ? 38% H2SO4. ഇലക്ട്രോലൈറ്റ് ആരാ? 38% H2SO4. സോ ഇതങ്ങ് വൃത്തിക്കങ്ങ് പഠിച്ചെടുത്തോളൂ. ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ്, ആനോഡ് PB, കാഥോഡ് PbO2, ഇലക്ട്രോലൈറ്റ് H2SO4. റെഡി. ദെൻ അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്നാണ്. വെരി സിമ്പിൾ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത്, അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ്. നിങ്ങൾ ആദ്യം മക്കളെ ഓവറോൾ റിയാക്ഷൻ അങ്ങ് പഠിക്കുക. ഓവറോൾ റിയാക്ഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആനോഡും കാഥോഡും റിയാക്ഷനും കാണാപ്പാടം പഠിക്കാണ്ട് സിമ്പിളായിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ കാണാതെ പഠിക്കണ്ടേ സാറേ? വേണ്ട. ഓവറോൾ റിയാക്ഷൻ പഠിക്കാൻ ആകെ ഇതറിഞ്ഞാൽ മതി. എന്താണ് ഓവറോൾ റിയാക്ഷൻ പഠിക്കാൻ? ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും കൂട്ടി അങ്ങ് എഴുതുക. ആനോഡ് ആരാ? PB. കാഥോഡ് ആരാ? PbO2. ഇലക്ട്രോലൈറ്റ് ആരാ? H2SO4. കഴിഞ്ഞു. റിയാക്ടൻസ് കഴിഞ്ഞു. ഇത്ര സിമ്പിൾ, ഇത്രക്കും സിമ്പിളാണ്. അപ്പോൾ ഓവറോൾ റിയാക്ഷനിൽ PB പ്ലസ് PbO2 പ്ലസ് H2SO4. ഇനി ആൻസർ ആരാ? ഈ രണ്ട് PBയും കൂടെ രണ്ട് SO4 ആയിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ രണ്ട് PbSO4 ഉണ്ടാവും. വെരി സിമ്പിൾ. ദെൻ രണ്ട് PBയും രണ്ട് SO4 കൂടി രണ്ട് PbSO4 ഉണ്ടായി. ബാക്കി Hഉം ഓക്സിജനുമാണ് ബാക്കി. Hഉം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് H2O ഉണ്ടാവും. ദെൻ നമുക്ക് ബാലൻസ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. ബാലൻസ് ചെയ്യാൻ ഈസിയാണ്. രണ്ട് PBയുടെ മുന്നിൽ രണ്ട് കണ്ടോ, അത് SO4ന് ബാധക. അപ്പൊ രണ്ട് SO4 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് രണ്ട് H2SO4. അപ്പോഴേ രണ്ട് SO4 ആകും. ഇനി രണ്ട് H2 ആക്കാൻ വേണ്ടി ഇവിടെ ഒരു H2 ഉള്ളൂ, അപ്പൊ രണ്ട് H2 ബാലൻസ്ഡ്. അഥവാ ലാസ്റ്റത്തെ മൂന്നാൾക്ക് രണ്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റത്തെ മൂന്നാൾക്ക് രണ്ടേ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഓവറോൾ റിയാക്ഷൻ ഈസി ആയിട്ട് പഠിച്ചെടുത്തു. എന്താ ഓവറോൾ റിയാക്ഷൻ പഠിച്ചെടുത്താലുള്ള ഗുണം എന്ന് സാറിനോട് ചോദിച്ചാൽ സാറ് പറയും, ഈ ഓവറോൾ റിയാക്ഷനിൽ നിന്ന് എൻ്റെ മക്കൾക്ക് കാണാതെ പഠിക്കാതെ തന്നെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എഴുതാനുള്ള ട്രിക്ക് സാറ് പറഞ്ഞുതരും. എന്താണ് ആ ട്രിക്ക്? ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും മക്കളെ വെരി സിമ്പിൾ. ഓവറോൾ റിയാക്ഷൻ പിരിച്ചെഴുതിയതാണല്ലോ ആനോഡും കാഥോഡും. ഓവറോൾ റിയാക്ഷനെ പിരിച്ചെഴുതിയതാണല്ലോ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും. അഥവാ ആനോഡും കാഥോഡും കൂട്ടി എഴുതിയതാണല്ലോ ഓവറോൾ റിയാക്ഷൻ. യെസ്. അതുകൊണ്ട് ആനോഡിൽ ആരാ? PB. അപ്പൊ PB ആനോഡിൽ എഴുതുക. കാഥോഡിൽ ആരാ? PbO2. അപ്പൊ PbO2 കാഥോഡിൽ എഴുതുക. അല്ലെ? ആനോഡിൽ PB, കാഥോഡിൽ PbO2. അത് രണ്ടും എഴുതി. ദെൻ രണ്ടുപേരും SO4 ആയിട്ട് കൂടി ചേരുന്നുണ്ട്. അപ്പൊ SO4 2- രണ്ട് സ്ഥലത്തും എഴുതുക. SO4 2- രണ്ട് സൈഡിലും അങ്ങ് എഴുതുക. രണ്ടും PbSO4 PbSO4. ദെൻ രണ്ടാളും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? PbSO4 ഉണ്ടാവുന്നുണ്ട്. രണ്ടാളും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? PbSO4 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ രണ്ടും PbSO4 അങ്ങ് എഴുതുക. സോ മക്കളെ വെരി ഈസി. PB ഇവിടെ എഴുതി, PbO2 അവിടെ എഴുതി, SO4 രണ്ടിടത്തും എഴുതി, PbSO4 രണ്ടിടത്തും എഴുതി. എന്ന് പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷനിലുള്ള PBയെയും PbO2ഉം രണ്ട് SO4ഉം രണ്ട് PbSO4ഉം നമ്മൾ ആനോഡിലും കാഥോഡിലും കൊടുത്തു കഴിഞ്ഞു. ഇനി ആരെ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ? ഇതാ രണ്ട് H2നെ ബാക്കിയുണ്ട്, രണ്ട് H2O ബാക്കിയുണ്ട്. അതങ്ങ് കാഥോഡിൽ കൊടുത്തോളുക. രണ്ട് H2 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആയാൽ, രണ്ട് H2 സ്പ്ലിറ്റ് ആയാൽ 4H+ ആവുമെന്ന് മക്കൾ മനസ്സിലാക്കുക. അത് കാഥോഡിൽ കൊടുക്കുക. ഇതാ അവിടെ 4H+. ദെൻ ആ 4H+, അപ്പൊ രണ്ട് H2 കൊടുത്തു. ഇനി രണ്ട് H2 ആണ് ബാക്കി, അത് രണ്ട് H2 ഇവിടെയും കൊടുക്കുക. സോ റിയാക്ഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യവും തീർന്നു. രണ്ട് H2 അവിടെയും കൊടുത്തു. ദെൻ നിങ്ങൾക്കറിയാം ആനോഡായാലും കാഥോഡായാലും ഇലക്ട്രോണിനെ കൊടുക്കും, ഇലക്ട്രോണിനെ വാങ്ങും. സോ ആനോഡ് ഇലക്ട്രോണിനെ കൊടുക്കും, അപ്പൊ രണ്ട് ഇലക്ട്രോണിനെ കൊടുത്തു. കാഥോഡ് ഇലക്ട്രോണിനെ വാങ്ങും, അപ്പൊ ഇവിടെ ഈ ഗിവ്സിന്റെ ഇപ്പുറത്ത് രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി. സോ വെരി സിമ്പിൾ. നിങ്ങൾക്ക് പറയുമ്പോൾ വലിയ റിയാക്ഷൻ പോലെ തോന്നും, വളരെ ഈസി. എന്താ ആനോഡ് റിയാക്ഷൻ? ആനോഡിൽ PB എഴുതുക, കാഥോഡിൽ PbO2 എഴുതുക. രണ്ടും SO4 എഴുതുക, അപ്പൊ SO4 രണ്ടിടത്തും PbSO4 എഴുതുക, അപ്പൊ PbSO4 കഴിഞ്ഞു.
മെയിൻ സംഗതി ഒക്കെ കഴിഞ്ഞു. പിന്നെ ആകെ 2 H2 ആണ്. ആ 2 H2 അവിടെ 4H പ്ലസ് 2H2O, 4H പ്ലസ് 2H2O. ദെൻ 2 ഇലക്ട്രോൺ കൊടുത്തു, 2 ഇലക്ട്രോൺ വാങ്ങി, കഴിഞ്ഞു. അപ്പോൾ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ സൈഡിലുള്ള എല്ലാ പോയിന്റും ഈസി ആയിട്ട് സെറ്റ് ആക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. ഈ ചോദ്യം വന്നാൽ നന്നായിട്ട് അങ്ങ് എഴുതിക്കോളുക. താങ്ക് യു.